അയ്യപ്പേട്ടാ, കെ സുധാകരൻ സുധാകരൻ എന്താ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാൽ സുധാകരൻ അത് ചെയ്തൂടെ? സുധാകരൻ എന്താ യോഗ്യനല്ലേ? അതെ, അതല്ലേ ചോദിച്ചത് അല്ലേ? തീർച്ചയായിട്ടും മറ്റാരെക്കാളും മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത കെ സുധാകരനുണ്ട്. അങ്ങനെ ഒരു തീരുമാനം വന്നാൽ ഈ കോൺഗ്രസിനകത്തെ തമ്മിത്തല്ല് പോവുകയും ചെയ്യില്ലേ, ഇല്ലാതെ ആവില്ലേ? അതായത് കോൺഗ്രസിനകത്തെ ഞാൻ വലുത് എന്നുള്ള തമ്മിത്തല്ല് ഉണ്ടാവാനുള്ള സാധ്യത കൂടും. പക്ഷേ ഇന്നലെ രാഹുൽ ഗാന്ധി 14 നേതാക്കളെ വിളിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി AICC ജനങ്ങൾക്കിടയിൽ ഒരു സർവേ നടത്തിയാൽ കെ സുധാകരൻ മതി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് സാധാരണക്കാരൻ പറയും. അതെ, 90% അത് തന്നെയായിരിക്കും. 90% പേരും പറയും കെ സുധാകരൻ മതി. എന്തുകൊണ്ട് എന്ന ചോദ്യം വന്നാൽ കെ സുധാകരൻ ജനകീയനാണ്. കെ സുധാകരൻ ജനകീയനാണ്. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ചട്ടമ്പിത്തരം കണ്ണൂര് ഒരു പരിധിവരെ നെഞ്ചു കൊടുത്തു നിന്ന ആളാണ് കെ സുധാകരൻ. അങ്ങനെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കണ്ണൂര് നെഞ്ചു കൊടുത്തു നിൽക്കുന്ന കെ സുധാകരനെ സംബന്ധിച്ച് ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് കേരളത്തിനകത്തെ സാധാരണക്കാരായ കോൺഗ്രസ്സുകാരുടെയും സാധാരണക്കാരുടെയും വികാരമാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു നമ്മുടെ ജനപ്രതിനിധി നമ്മൾക്ക് വേണ്ടി നമ്മുടെ ഒപ്പം ഒരു കാര്യത്തിന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ്. ഉറപ്പായിട്ടും അങ്ങനെ വേണമല്ലോ. അങ്ങനെ അദ്ദേഹം സുധാകരനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇമേജ് ഉണ്ട് അദ്ദേഹത്തിന്. സാധാരണ അതായത് നേതാക്കൾക്കിടയിലുള്ള ചരടുവലിയേക്കാൾ കൂടുതൽ എൻ്റെ ഒരു കുഞ്ഞു അറിവിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, നേതാക്കൾക്കിടയിലുള്ള ഈ ചരടുവലിയേക്കാൾ കൂടുതൽ സുധാകരൻ എന്ന് പറയുന്ന നേതാവിന്റെ സ്ഥാനം ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ മനസ്സിലാണ്. അങ്ങനെ തന്നെയല്ലേ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, നിഷ്പക്ഷരുടെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഞാൻ നിനക്കൊപ്പം ഉണ്ടാകും, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഇങ്ങനെയാണ്, ഇത് നീ ചെയ്തത് ശരിയല്ല, അതിൽ എനിക്കൊപ്പം നിൽക്കാം, ആ പറയുന്നതിനും ഒരു ചങ്കുറപ്പ് വേണം. തീർച്ചയായിട്ടും ചില നേതാക്കളുണ്ട് അവിടെ പറയാം നമുക്കത് ശരിയാക്കാം, പിന്നീട് ആ കാര്യം നടക്കുകയില്ല. എന്തായാലും സുധാകരനെ സംബന്ധിച്ച് ഒരു പൊതുജനത്തിൽ നിന്ന് ഒരാൾ ചെന്ന് പറയുകയാണ് നേതാവേ ഇതാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാനുണ്ടട കൂടെ, നമുക്ക് ശരിയാക്കാമെന്ന് പറയും. അത് തന്നെയല്ലേ വേണ്ടതും. അല്ല, പ്രജിത പറഞ്ഞ ആ കാര്യം ഞാൻ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടയ്ക്കൊന്ന് കയറാൻ പോയത്. അതായത് ഈ സുധാകരനെ സംബന്ധിച്ച് സുധാകരനോടൊരു ആവശ്യം ചെന്ന് നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ സുധാകരൻ നമ്മളോടൊപ്പം നിൽക്കുന്നതിന് ഉദാഹരണമാണ്. നമ്മൾ ഇടയ്ക്ക് ചില വിഷ്വൽസ് ഒക്കെ കഴിഞ്ഞ ഭരണത്തിന് മുമ്പ് കോൺഗ്രസ് പ്രവർത്തകരായ കുറച്ച് പേര് ജയിലിൽ പിടിച്ചോണ്ട് പോയപ്പോ എന്താ പോലീസുകാരെ സാറേ എന്താ സാറേ എൻ്റെ കുട്ടികൾ ചെയ്തത് എന്ന് ഇടിച്ചു കയറി അവരെ റിലീസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സുധാകരന്റെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അതും കണ്ണൂര്. അതെ, അത് ആ ഒരു ചിത്രം സാധാരണ നമ്മൾ കാണുന്നത് എവിടെയാണ്? സിനിമകളിലൊക്കെ. സിനിമകളിൽ മാത്രമല്ല കേട്ടാ, CPM എന്ന പാർട്ടിക്കാണ് ആ ഒരു സ്വഭാവം, ആ ഒരു രീതിയിൽ. അതായത് സാധാരണ ഇവർ പ്രവർത്തകരായാലും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എനിക്കൊരു വിഷയം വരുമ്പോൾ ഞങ്ങളുടെ നേതാവ് വരും, നമ്മുടെ ഒപ്പം വരും, കേറി വരും എന്നുള്ളതാണ്. അവിടെ സുധാകരൻ ജയിച്ചു. തീർച്ചയായിട്ടും സുധാകരന്റെ ആ ഒരു ആത്മാർത്ഥത, അത് ഉദാഹരണം പറയുമ്പോൾ അദ്ദേഹം ഇപ്പൊ MP ആണ് കണ്ണൂര്. അദ്ദേഹത്തിന്റെ ഓഫീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടെങ്കിൽ നാം കേട്ടിട്ടുള്ളത് കണ്ണൂരുള്ള നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത് ഒരു ഉത്സവത്തിന്റെ ആൾ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടാവും, അദ്ദേഹം ജനങ്ങൾക്കിടയിലായിരിക്കും. അതിനകത്തുള്ള മെയിൻ കാരണം എന്തെന്നറിയോ? കെ കരുണാകരൻ എന്ന നേതാവ്, കെ കരുണാകരൻ എന്ന കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ ചിലരെയൊക്കെ കൂട്ടും. അദ്ദേഹത്തിന് ഒരു ദീർഘവീക്ഷണമുണ്ട്. കെ കരുണാകരൻ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആളാണ്, ജനങ്ങളുടെ നേതാവാണ്. അപ്പോൾ കെ കരുണാകരന്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളാണ് കെ സുധാകരൻ. കെ സുധാകരന് കരുണാകരന് ഭയങ്കര ഇഷ്ടമായിരുന്നു. കരുണാകരൻ കണ്ണൂർ തന്റെ ആളായിട്ട്, തന്റെ മെയിൻ ആളായിട്ട്, തന്റെ ടീമിലെ ഒരാളായിട്ട് കൂട്ടിയ ആളാണ് കെ സുധാകരൻ. അപ്പോൾ കെ സുധാകരൻ കണ്ടുപഠിച്ചത് കരുണാകരനെയാണ്. കരുണാകരനെ കണ്ടുപിടിച്ച് ഉമ്മൻചാണ്ടി ഗ്രൂപ്പുകാരനായി ഉമ്മൻചാണ്ടി കരുണാകരനെ കണ്ടുപിടിച്ചതാണ്. കരുണാകരന്റെ പ്രത്യേകത കരുണാകരൻ ഫാസ്റ്റാണ്, കാര്യങ്ങൾ ഫാസ്റ്റാണ്. കരുണാകരൻ ഈ കാണുന്ന സ്റ്റേഡിയം പോലും കരുണാകരനെ ഉണ്ടാക്കിയത്. സ്റ്റേഡിയം മാത്രമല്ല, ഈ പറയുന്ന പാലമുണ്ടല്ലോ, നോർത്ത് പാലം, മേൽപ്പാലം ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് പോകാനുള്ള ഒരു യാത്രാ തടസ്സം നേരിട്ടപ്പോഴാണ് പട്ടേന്നായിരുന്നു എന്ന് പറയുന്നത്. അദ്ദേഹം ഫയലുകളൊന്നും വെച്ച് താമസിപ്പിക്കില്ല, ഉദ്യോഗസ്ഥരെയൊക്കെ പെട്ടെന്ന് അതൊക്കെ ചെയ്യാൻ പറയും. അങ്ങനെ നമ്മൾ പറയുന്ന കരുണാകരൻ കണ്ടെത്തിയ കെ സുധാകരൻ എന്ന നേതാവ് ശരിക്കും ജനപ്രിയനായ ഒരു നേതാവാണ്. ഇപ്പോൾ ഇന്നലത്തെ മഴയിൽ കുരുത്ത തകരകളായിട്ടുള്ള നിരവധി പേരാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് തല്ലുകൂടിക്കൊണ്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ നമുക്ക് മാറ്റി നിർത്താം. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട്. രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ്സുകാരനായി കടന്നു വരികയും യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ അതും കരുണാകരൻ കണ്ടെത്തിയൊരു നേതാവ്. അത് കരുണാകരൻ പ്രസംഗിക്കുമ്പോൾ ഹിന്ദി പരിഭാഷ, അതായത് രമേശ് ചെന്നിത്തല ട്യൂട്ടോറിയൽ അധ്യാപകനായിരുന്നു. ആലപ്പുഴ
അവിടെ അദ്ദേഹത്തിന്റെ നാട്ടിൽ ആലപ്പുഴയല്ല, അദ്ദേഹം ഹരിപ്പാടുകാരനാണല്ലോ. അവിടെ അദ്ദേഹം കരുണാകരന്റെ പ്രസംഗം കരുണാകരൻ പറയുന്ന ഹിന്ദി കരുണാകരനല്ല, നമ്മുടെ ഡൽഹിയിൽ നിന്നുള്ള നേതാക്കൾ വരുമ്പോൾ ഇന്ദിരാഗാന്ധി വരുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം ഹിന്ദിയിലുള്ളത് നമുക്ക് വേണ്ടി പറയാൻ നിൽക്കുന്ന ആളാണ്. ഇത് കരുണാകരൻ പരിഭാഷകനാണ്. അത് കരുണാകരൻ കണ്ടെത്തിയാണ് കരുണാകരൻ ഈ പറയുന്ന രമേശിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത്തരത്തിൽ കരുണാകരൻ ഗ്രൂപ്പിനോടൊപ്പം നിന്ന ഒരു നേതാവായ സുധാകരൻ വരുമ്പോൾ, സുധാകരൻ സ്ഥാനാർത്ഥിയായി, അദ്ദേഹം ഇപ്പം മിക്കവാറും MP സ്ഥാനാർത്ഥി, എന്തുകൊണ്ട് അദ്ദേഹത്തിന് മത്സരിച്ചുകൂടാ? അദ്ദേഹത്തിനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്തായി നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ, അതൊക്കെ പറഞ്ഞ സമയമാവുമെന്ന് പറഞ്ഞില്ല. ഇപ്പം പിന്നെ നമ്മുടെ സതീശൻ ഉടുപ്പ് വെച്ചിരിപ്പുണ്ട്, ശശി തരൂർ ഉടുപ്പ് വെച്ചിരിപ്പുണ്ട്, രമേശ് ഉടുപ്പ് വെച്ചിരിപ്പുണ്ട്. ഇനി ആരൊക്കെ? അങ്ങനെ പറയാനാണെങ്കിൽ ക്ലെയിമുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ക്ലെയിമുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ക്ലെയിം ഉണ്ട്. ഇപ്പൊ KPC പ്രസിഡന്റായിട്ട് മാറി നിൽക്കുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ക്ലെയിം ഉണ്ട്, VM സുധീറിന്റെ ക്ലെയിം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ തന്നെ ഇപ്പം സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വേണ്ടി ആരും പറയില്ല, അവരെയൊക്കെ മാറ്റി നിർത്തിയിരിക്കുക. എന്തുകൊണ്ട് മുരളീധരന് ക്ലെയിം ഇല്ല? മുരളീധരന് ക്ലെയിം ഉണ്ട്. അപ്പൊ ഇതിനകത്ത് സുധാകരനെ ഇപ്പോൾ മാറ്റി നിർത്തണമെന്ന് ഖോ വിളിച്ച് കളിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു വലിയ ആപ്പടിച്ചു വെക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം അദ്ദേഹം ധർമ്മടത്ത് മത്സരിച്ചാൽ അതിനൊരു വേറൊരു സാധ്യതയോട് നമുക്ക് പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിനേക്കാളും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരന് അവിടെ കിട്ടിയ വോട്ടിന്റെ ഭൂരിപക്ഷം ധർമ്മടം പഞ്ചായത്തിൽ പിണറായി കിട്ടിയതിനേക്കാളും ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ലോക്സഭയിൽ കാരണം പിന്നെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ എത്രയോ വോട്ട് കൂടുതലാണ്, പിണറായി കിട്ടിയ വോട്ടിനേക്കാളും എത്രയോ കൂടുതലാണ്. അപ്പോൾ ലോക്സഭയിൽ ധർമ്മടത്ത് മുഖ്യമന്ത്രിക്ക് കിട്ടിയതിനേക്കാളും വോട്ട് ആർക്ക് കിട്ടി? സുധാകരന് കിട്ടി. അപ്പോൾ സുധാകരനെതിരെ അന്ന് മത്സരിച്ചിരുന്ന ഈ KK രാഗേഷാണ്. അപ്പോൾ നമുക്കിതിൽ ഒന്ന് പറഞ്ഞു വെക്കാനുള്ളത്, ഇപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 പിണറായി വിജയന്റെ മുഖമാണ് CPM ഉയർത്തിക്കാട്ടുന്നു എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് കിട്ടാവുന്ന ഏറ്റവും നല്ല തുറുപ്പ് ചീട്ടാണ് സുധാകരനെ ഉയർത്തിക്കാട്ടുക. പിണറായി എന്ന് പറയുന്ന ഈ ജനം കണ്ടുമടുത്ത അദ്ദേഹത്തിന്റെ നാട്ടിൽ പോലും ഒരു വിലയില്ലെന്നാ പറയുന്നത്. അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നത് അയാൾ ധർമ്മടത്ത് നിർത്തിയാൽ, നമ്മളോട് ഒരു പ്രമുഖനായ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞത്, ബൂത്ത് തലത്തിൽ കൂടുതൽ പറയാനില്ല, ബൂത്ത് തലത്തിൽ പോലും വോട്ട് കുറഞ്ഞ, അതായത് അവർ അടക്കി ഭരിക്കുന്ന ബൂത്തുകളിൽ പോലും വോട്ട് തീർത്തും കുറഞ്ഞു പോയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതെ അതെ. അപ്പോൾ ഇതില് ധർമ്മടത്ത് പിണറായി വിജയനെതിരെ ചിലപ്പോൾ സുധാകരൻ മത്സരിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ പിണറായി തോൽക്കുക തന്നെ ചെയ്യും. നമുക്ക് വെല്ലുവിളിക്കാം. നമ്മളിതാ പറയുന്നു, അങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് അവരിപ്പോ പ്രതിപക്ഷത്ത് വരുമ്പോൾ പിണറായി വിജയൻ ആദ്യത്തെ ടൈം വരുമ്പോഴാണ് ആരെ ആക്കുന്നത്? സുധാകരനെ അവർ KPC പ്രസിഡന്റ് ആക്കുന്നത്. അത്തരത്തിലൊരു നീക്കം അന്ന് സുധാകരനെ അവർ നിർത്തി എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിണറായി വിജയനെ LDF നിർത്തുകയാണെങ്കിൽ UDFന് തീർച്ചയായിട്ടും നിർത്താവുന്ന ഒരു മുഖം സുധാകരൻ്റെതാണ്. അതിനപ്പുറം മറ്റൊരു മുഖം ഇല്ല. സുധാകരൻ എന്ന് പറയുന്ന ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ പറയുന്നത് ശരിക്കും പിണറായി വിജയൻ എന്ന് പറയുന്ന CPMകാർ പറയുന്ന ആരെന്നാ പറയുന്ന ഉദയസൂര്യൻ അല്ലെ? ഉദയസൂര്യൻ അല്ലെങ്കിൽ പിന്നെ CPMന്റെ അസ്തമയ സൂര്യനായി കഴിഞ്ഞു. അപ്പൊ അത്തരത്തിൽ ഇങ്ങനെ കാണുന്ന പിണറായി വിജയനെതിരെ ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയായി ധർമ്മടത്ത് പിണറായിയെ പൊട്ടിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥി സുധാകരൻ തന്നെ ആയിരിക്കും. എന്തുകൊണ്ട് സുധാകരന് മുഖ്യമന്ത്രി ആയിക്കൂടാ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൂടാ? അങ്ങനെയെങ്കിൽ അദ്ദേഹം MP സ്ഥാനം രാജിവെക്കും ഉടനടി അല്ലേ? അദ്ദേഹം ഇപ്പൊ എന്തുകൊണ്ട് നമ്മുടെ ഒരു സംശയമൊന്നുമല്ല, അദ്ദേഹത്തിന് അങ്ങനെ ഒരു നീക്കം പറഞ്ഞുകൂടാത്ത എന്താ? രാഷ്ട്രീയമാണ്. അങ്ങനെ എന്ത് പറഞ്ഞു? രാഷ്ട്രീയത്തിൽ ഒന്നും പ്രഡിക്റ്റബിൾ അല്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന് വേണമെങ്കിൽ AICC അറിയിക്കാം, AICCക്ക് ചിന്തിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾക്ക് തടയിടാനാണ് ഇല്ലാത്ത അസുഖം അദ്ദേഹത്തിന് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ കണ്ട പിന്നെ പച്ച മലയാളത്തിൽ വാൽപ്ലക്കുകൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്കിതിൽ പറയാം.